മഴയും പ്രകൃതിയും സാഹസികതയും ഒരുമിച്ച് ചേർന്ന മൺസൂൺ മാജിക് ഫെസ്റ്റിവലിന് തട്ടേക്കാട് മിനി സ്വിറ്റ്സർലൻഡിൽ ആവേശകരമായ സമാപനം. കോതമംഗലത്തിന്റെ മഴക്കാല സൗന്ദര്യവും പ്രകൃതി സാഹസിക വിനോദസഞ്ചാര സാധ്യതകളും പരിചയപ്പെടുത്തുന്നതിനായി കോതമംഗലം എംഎൽഎയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിവലിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. 9 ദിവസം നടന്ന മൺസൂൺ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവ്, ട്രക്കിംഗ്, സൈക്ലോത്തോൺ, മഴനൃത്തം, പെനാൽറ്റി ഷൂട്ടൌട്ട്, റെയിൻ റീൽ മത്സരം തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. മാമലക്കണ്ടം കൊയിനിപ്പാറ മേഖലയിലേക്ക് നടത്തിയ ഓഫ് റോഡ് ഡ്രൈവിൽ 40ഓളം ജീപ്പുകൾ പങ്കെടുത്തു. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ നിന്നും പുല്ലാശ്ശേരിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് നടത്തിയ ട്രക്കിംഗും ശ്രദ്ധേയമായി. സമാപന ദിവസം സംഘടിപ്പിച്ച ബൈക്ക് റൈഡ് കോതമംഗലത്ത് നിന്നും ആരംഭിച്ച് നേരിമംഗലം, മാമലക്കണ്ടം, കുട്ടമ്പുഴ വഴി തട്ടേക്കാട് മിനി സ്വിറ്റ്സർലൻഡിൽ സമാപിച്ചു. മൺസൂൺ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയ റെയിൻ റീൽ മത്സരത്തിൽ മിഥുൻ കെ മനോജ് 1ാം സ്ഥാനവും അതുൽ ചന്ദ്രകുമാർ 2ാം സ്ഥാനവും ഷെർലിൻ ജോസഫ് 3ാം സ്ഥാനവും നേടി. ടിയാന ഗോൾഡ് അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളാണ് വിജയികൾക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തത്. സമാപന സമ്മേളനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നടന്ന ഓഫ് റോഡ് റാലികൾ, വിവിധ തരത്തിലുള്ള ട്രക്കിങ്ങുകൾ, സൈക്ലിംഗ്, റാഫ്റ്റിംഗ് അടക്കം വിവിധ സാഹസിക ടൂറിസത്തിന്റെ സാധ്യതകളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇന്നത് മുന്നോട്ട് വന്നിരിക്കുന്നത്. ടൂറിസത്തിന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതകളുള്ളത് ടൂറിസത്തിനാണ്. ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ കഴിയുന്നത് ടൂറിസത്തിനാണ്. ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ വർദ്ധിക്കുകയാണ്. വിദേശ ടൂറിസ്റ്റുകളേക്കാൾ കൂടുതൽ വിദേശ ടൂറിസ്റ്റുകളും വരും, പക്ഷേ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ വലുതാണ്. ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മേരി കുര്യാക്കോസ്, പി കെ മൊയ്തു, ബിന്ദു ജോർജ്, UDF നേതാക്കളായ ഷമീർ പനക്കൻ, ബോബൻ ജേക്കബ്, AT പൗലോസ്, ജോമി തെക്കേക്കര, മാത്യു ജോസഫ്, EM മൈക്കിൾ, ആന്റണി പാലക്കുഴി, റോയ് കെ പൗലോസ്, ബാബു പോൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മെമ്പർമാർ, വിവിധ മേഖലകളിൽ നിന്നുള്ള സംഘാടകർ, ടൂറിസം മേഖലയിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മഴയെ ഒരു വിനോദസഞ്ചാര അനുഭവമാക്കി മാറ്റുന്നതോടൊപ്പം കോതമംഗലത്തിന്റെ പ്രകൃതി സമ്പത്തും സാഹസിക വിനോദസഞ്ചാര സാധ്യതകളും കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൺസൂൺ മാജിക് സംഘടിപ്പിച്ചത്. മഴക്കാലത്ത് കോതമംഗലത്തേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനും പ്രാദേശിക ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകുന്നതിനും ഫെസ്റ്റിവൽ വഴിയൊരുക്കി. കോതമംഗലത്തിന്റെ ടൂറിസം സാധ്യതകൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകിയാണ് മൺസൂൺ ടൂറിസം ഫെസ്റ്റ് സമാപിച്ചത്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.